ഒരിക്കലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനോ അത് തിരുത്താനോ തയ്യാറാവാത്തത് ഒരു നാർസിസിസ്റ്റിക് ട്രെയ്റ്റ് അല്ലെങ്കിൽ സ്വഭാവ ലക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർ അവരുടെ മോശം സ്വഭാവങ്ങൾ അടുപ്പമുള്ളവരുടെ മേൽ ആരോപിക്കുന്നതായി കാണാറുണ്ട്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരാൾ സ്വന്തം നെഗറ്റീവ് ചിന്തകൾ, അപകർഷതാബോധം, തെറ്റായ ഉദ്ദേശങ്ങൾ എന്നിവ മറ്റൊരാളുടെ മേൽ ആരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സ്വന്തം പോരായ്മകൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു മിഥ്യാലോകം തീർക്കുകയും അതിലവർ പെർഫെക്റ്റ് ആണ് എന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുകൂടാതെ സ്വന്തം പോരായ്മകൾ കൂടെയുള്ളവരിലേക്ക് ആരോപിക്കാനായി പല പ്രൊജക്ഷൻ ടെക്നിക്സും ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. NPD ഉള്ളവർ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊജക്ഷൻ ടെക്നിക്സ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റഡായി അവർ ചെയ്യുകയോ പറയുകയോ ചെയ്യും. അങ്ങനെ നിങ്ങൾ പ്രകോപിതരാകുമ്പോൾ അവരുടെ ദേഷ്യം മറച്ചുവെച്ച് നിങ്ങളുടെ ദേഷ്യത്തെ അവർ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കും. നീ ഭയങ്കര സെൻസിറ്റീവാണ്, ഒരു തമാശ പറഞ്ഞാൽ പോലും അത് ആസ്വദിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. എന്നാൽ യഥാർത്ഥത്തിൽ നിരുപദ്രവകരമായ തമാശകൾക്ക് പോലും അസ്വസ്ഥതയുണ്ടാകുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവർക്കാണ്. പക്ഷേ വളരെ തന്ത്രപരമായി അതുള്ളിലൊതുക്കാൻ കഴിവുള്ളവരാണവർ. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങളത് സംസാരിച്ചു തീർക്കാൻ അവരെ വിളിച്ചാൽ തുറന്ന സംസാരത്തിന് തയ്യാറാവാതെ അവർ തടസ്സം നിൽക്കും. പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർമ്മിപ്പിച്ച് പുതിയ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കും. നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്, നിങ്ങളോട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നപരിഹാരത്തിൽ നിന്നും പതുക്കെ വഴുതി മാറുന്നതായി കാണാം. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. ചെയ്ത തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവർ ഇതുപോലെ ചർച്ചകൾക്ക് ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും വഴുതി മാറിപ്പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കഴിവുകളെ മൂടിവെച്ച് നിങ്ങളെ എപ്പോഴും നിയന്ത്രിക്കാനായി അവർ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, നീ ലോകം കണ്ടിട്ടില്ല, നിനക്കാരോടും നന്നായി പെരുമാറാൻ അറിയില്ല, ഞാനല്ലാതെ മറ്റാരും നിന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നതൊക്കെ. ഇതുപോലെയുള്ള വാക്കുകൾ നിരന്തരം കേൾക്കുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുക. അവരോട് തർക്കിക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കരുത്. ആവശ്യമെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. ടേക്ക് കെയർ. താങ്ക് യു.